ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോവൻ സ്പെഷ്യൽ മട്ടൺ ചില്ലിയാണ്. ഇതിനായിട്ട് ഞാനൊരു ആടിൻ്റെ കാല് ഫുള്ള് മേടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് എല്ലില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം, ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് 4-5 സ്റ്റീം കേൾപ്പിച്ചെടുക്കുക, വിസിൽ കേൾപ്പിച്ചെടുക്കുക. അപ്പം ഇത് വളരെ ചെറിയ ഒരു ആടിൻ്റെ ആയതുകൊണ്ട് അത്ര വേവ് കൂടുതലില്ല, പെട്ടെന്ന് തന്നെ വേവും. അപ്പം അതൊക്കെ ഒന്ന് വേവട്ടെ. നമുക്ക് ആ സമയത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഒനിയൻ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഒരുപാട് തിന്നായിട്ടല്ല അരിയേണ്ടത്. നമുക്ക് കുറച്ച് 4ആയിട്ട് പിളർന്ന് കുറുകെ മുറിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് ഒരുപാട് വേവേയും വേണ്ട. ഇതുപോലെ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ചെറിയ 4 ഒനിയനാണ് ഞാൻ എടുത്തത് ഇപ്പം ഇതിനായിട്ട്. ഇനി നമുക്ക് ഇതിൽ ക്യാപ്സിക്കം വേണം. അപ്പം ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചെറുതായിട്ട് ഇതുപോലെ ആ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സ്കാലിയോൺ ആവശ്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ പച്ച ഉള്ളി, വെള്ള ഉള്ളി എന്നൊക്കെ പറയും. സെലറി, പാഴ്സലി പോലെ നമ്മൾ ഫുഡിൽ യൂസ് ചെയ്യുന്ന ഒരു ലീവ്സാണ്. ഇത് 2 എണ്ണം മതി. ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ ധാരാളമായിട്ട് ഇത് ലഭിക്കുന്നുണ്ട്. കൊറിയൻ, ചൈനീസ് അവരുടെ ഫുഡിലൊക്കെ ധാരാളമായിട്ട് ഈ ലീവ്സ് ചേർക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക 2 എണ്ണം. പിന്നെ 2 തക്കാളി. ഇനി പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിക്കുക. ഓയിലൊഴിച്ച് നമ്മൾ ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നമ്മൾ സാധാരണ കറിക്കൊക്കെ വാട്ടുന്ന പോലെ ഒരുപാട് വാടി പോകേണ്ട, ഒരു ക്രിസ്പി പരുവം നമുക്ക് വേണം ആ ചില്ലിയിൽ നല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വാടണ്ട. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പെരിഞ്ജീരകം, കറുവാപ്പട്ടയുടെ ലീവ്സ്, ബേ ലീവ്സ് ഉണങ്ങിയത്, മല്ലി, ഗ്രാമ്പു, ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പൗഡറല്ല ചേർക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ കട്ടി കുറച്ച് അരിഞ്ഞ് വട്ടത്തിലരിഞ്ഞ് ചേർക്കുക. ചവച്ചിട്ടല്ല ചേർക്കുന്നത്, ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞ് വേണം ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കത് കഴിക്കുന്ന സമയത്ത് കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലോട്ട് ഉള്ളിപ്പോൾ ഒരല്പം വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സ്കാലിയനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മട്ടൺ 5 വിസിൽ കേട്ട് കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി. അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ട കുറച്ച് മസാല എടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ചെറിയ 1 സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി. ഇതിൽ നമുക്ക് കൂടുതലും ഗ്രീൻ ചില്ലിയാണ് ആവശ്യം. അപ്പം മുളക് പൊടി നമുക്ക് 1 സ്പൂൺ മതി. ഇനി ഈ 1 സ്പൂണിന് 2 സ്പൂൺ മട്ടൺ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് പെപ്പർ ഒന്ന് ഇതിന് ചുറ്റും ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഗാർലിക് പേസ്റ്റ് നമ്മൾ അല്പം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റ് സോസുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോയ സോസ് 1 സ്പൂൺ ആഡ് ചെയ്തു. ഇനി ഗ്രീൻ ചില്ലി സോസ് അത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പൈസിയൊക്കെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ 1-2 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി ഇതെല്ലാം ഒന്ന് ചേർത്തിളക്കുക. ഇപ്പം നല്ല ഒരു പേസ്റ്റ് ഫോമിൽ നല്ല വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ 5 വിസിൽ കേൾപ്പിച്ച്, ഇപ്പോൾ മട്ടൻ്റെ രീതി അനുസരിച്ചിട്ട് അതിൻ്റെ വേവ് കൂടുതൽ കുറവ് നോക്കി വേണം വിസിൽ നോക്കേണ്ടത്. മട്ടൺ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല ഒരു മണവും ആ ഒരു നല്ല ചില്ലി ഫോമായി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി മട്ടൺ വെന്ത് കഴിഞ്ഞു, മറ്റ് ഒനിയനും ഒക്കെ ഈ ഒരു വേവ് മതി. അപ്പം തന്നെ നല്ല ഇതിനി ഒരു 5 മിനിറ്റ്സ് ഒന്ന് നല്ല ചൂടിൽ കിടന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കൊറിയാണ്ടർ ലീവ്സൊക്കെ ആഡ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മളത് നല്ല ഒരു ഫോമിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കൊറിയാണ്ടർ ലീവ്സൊക്കെ ഇട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നല്ല ചില്ലി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ദെൻ ഓക്കെ, ബൈ, ടേക്ക് കെയർ.